അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫി ഗീതം. കലയെ കൊലവിളിച്ചവർ സൂഫി ഗീതത്തെയും മലീമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ഛമസ്താനെ തനതു ഇസ്ലാമിക് രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ കാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഇച്ഛമസ്താന് മത്തുപിടിച്ചതാണ്, മത്തുപിടിപ്പിച്ചതോ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. സൃഷ്ടി വൈവിഷ്ടങ്ങളെയൊക്കെ ഏകനായ ഉടയോനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏകതുണ ഹബീബ് തങ്ങൾ മാത്രമാണ്. നശ്വരമായ ഈ സഞ്ചാര ജീവിതത്തിൻ്റെ അർത്ഥവും ആത്മാവും നൽകുവാൻ മുത്തു തങ്ങളോട് യോജിയായവർ മറ്റാരുണ്ട്? ഇച്ഛ പാടുന്നു. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹൽറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹൽറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിൻ്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ഹൃദയത്തിൻ്റെ പരിശുദ്ധ പരിതസ്ഥിതി കൂടിയാണ്. തടിക്കും കൽബിനും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുവാൻ മുത്തുതങ്ങളുടെ ഹദ്റത്തിനോളം വലിയ മരുന്ന് മറ്റൊന്നുമില്ല. ഇച്ഛ അവസാനിപ്പിക്കുന്നില്ല. നാളെ ആഖിറത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരുന്നു സൽക്കാരത്തിലും മുൻപന്തിയിൽ സ്ഥാനമുറപ്പിക്കുവാൻ തുണ തരണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. കഫ്നൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ കാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ഇച്ഛകൾക്കു പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ആശാമരീചികകൾ ഹൃദയത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് ബലി കൊടുക്കാതിരിക്കാൻ കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവിടെയും അഗൈതവമായ പ്രതീക്ഷ. മാത്രമല്ല, ഇച്ഛമസ്താന്റെ മറ്റൊരു വിരുദ്ധം ഇങ്ങനെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തയുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ, തയുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. തങ്കച്ചി പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്നതുകൊണ്ട് ഇച്ഛ ഇവിടെ ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മർത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. സുന്ദരമതം ഇസ്ലാമിനെയാണ് താമരത്തോട്ടം എന്നുകൊണ്ട് ഇച്ഛ അർത്ഥമാകുന്നത്. തായാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. തങ്കച്ചിപ്പെണ്ണാകുന്ന ഹൃദയത്തോട് വൈകിക്കാഴ്ചകൾ അഭിരമിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അലിഞ്ഞു ചേരാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലിഞ്ഞു ചേരാനാണ് ഇവിടെ ഇച്ഛ നമ്മോട് പറയുന്നത്. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാരാണി മങ്കയെ കൊന്നിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാരാണി മങ്കയെ കൊന്നിടല്ല.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടാനിഷ്ടാനങ്ങളെ പരിഗണിക്കാതെയുള്ള ജീവിതം അരുത്. മാത്രമോ ഭൗതിക മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് അവിടത്തോട് ചേർന്ന് ജീവിക്കാനാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തയുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. തയുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.